നമസ്തേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണല്ലേ രണ്ടുപേരും ഒരുമിച്ച് അല്ലേ? ആ, അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് സംസാരിക്കുന്നത്? അതാണ് അറിയേണ്ടത്. ദീപാവലിയെക്കുറിച്ച് ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് ദീപാവലി എന്നുള്ളത്? ഇപ്പം മെയിനായിട്ട് ഇത് നമ്മൾ ആചരിക്കുന്നത് നരകാസുരൻ്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം അതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിനും അപ്പുറത്ത് ദീപാവലിയുടെ പ്രാധാന്യമെന്ന് പറഞ്ഞാൽ 14 വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തുകയും ശ്രീരാമൻ്റെ പട്ടാഭിഷേകവുമാണ്. ആ ശ്രീരാമൻ്റെ സ്വപ്നതുല്യമായ തിരിച്ചുവരവ് തന്നെയാണ് ദീപാവലി. ഭരതനാണ് ദീപാവലിക്ക് ആജ്ഞ കൊടുക്കുന്നത്. സർവ്വ വീടുകളും സർവക്ഷേത്രങ്ങളും ധൂപങ്ങളാലും അതുപോലെ തന്നെ വാദ്യഘോഷങ്ങളാലും മുഖരിതമാക്കിക്കൊണ്ട് ദീപാവലി ആദ്യമായിട്ട് നടക്കുന്നത് ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകത്തിനായിട്ടാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ വനവാസത്തിന് ശേഷമുള്ള അയോധ്യയിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ ആഘോഷമാണ് ദീപാവലി. അവിടെയാണ് സർവ്വനാടും വീടും ക്ഷേത്രങ്ങളുമെല്ലാം ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നത്. ദീപാവലിയുടെ പിന്നിൽ വേറെ അലങ്കാരമായ ശാസ്ത്രീയതയുണ്ടോ? അതുണ്ട്. അതെന്താണെന്ന് വെച്ചെന്നാൽ ഈ നമ്മുടെ മേടമാസം, മീനം മേടം മാസം വസന്തകാലമാണ്, ജനനകാരണ ശക്തിയാണ് മീനം മേടം മാസം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള 6 മാസത്തിന് ശേഷമുള്ള ഒരു പ്രതിഭാസമാണ് ശരത്കാലം. വസന്തം എങ്ങനെയാണോ ജീവനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ശരത്കാലമാണ്. മരണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലമാണ് ഈ ശരത്കാലം. ശരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മരണത്തിന് കാരണമായിരിക്കുന്ന ആയുധമാണ്. ആ മരണത്തിന് കാരണമായിരിക്കുന്ന ആയുധത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഋതുഭാവമാണ്. എന്ന് വെച്ചാൽ നമ്മളെ വധിക്കുന്നതിന് കാരണമായിരിക്കുന്ന മാരകമായിരിക്കുന്ന ഒരു ഋതുഭാവമാണ് ഈ ശരത്കാലം. മരണത്തിന് കാരണമായിരിക്കുന്ന കാലം. മരണകാരണ ശക്തി എന്താണ്? ആകാശമാണ്. ജനനകാരണ ശക്തിയോ അഗ്നിയാണ്. മേടം മീനം മാസങ്ങളിലെ പ്രത്യേകത തന്നെയാണ്. മീനം മേടം മാസങ്ങളുടെ പ്രത്യേകത ചൂട് കൂടുതലാണ്, അഗ്നിക്കാണ് പ്രാധാന്യം. പക്ഷേ ദക്ഷിണായന കാലത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കാലത്തിൽ ശരത്കാലം എന്ന് പറയുന്നത് കന്നി തുലാം മാസങ്ങളിലാണ്. ആ 2 മാസമാണ് മരണത്തിന് കാരണമായിരിക്കുന്ന കാലം. അതിനകത്ത് ഏറ്റവും ഡാർക്ക് എനർജി ഉള്ള ദിവസം ഏതാണെന്നറിയാം? അമാവാസി, കറുത്തവാവ്. ആ തുലാമാസത്തിലെ കറുത്തവാവിന് നമ്മൾ എന്താ ചെയ്യണേ? കേട്ടിട്ടില്ലേ? എങ്ങനെയാണ് കുളിക്കണേന്ന് കേട്ടിട്ടില്ലേ? എണ്ണ തേച്ച് കുളിക്കുന്നത്. അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ അല്ലേ, നമ്മൾ ബേക്കറി ഐറ്റങ്ങളൊക്കെ ഭക്ഷിക്കുന്നത് അല്ലേ. എല്ലാവർക്കും എന്താ ചെയ്യുന്നത്? പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, എണ്ണ തേച്ച് കുളിക്കും. അപ്പോൾ ഈ ഡാർക്ക് എനർജിയെ അതിജീവിക്കുവാൻ, മരണത്തെ ജയിക്കുവാനായിട്ട് നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് മുങ്ങിക്കുളിക്കുമ്പോൾ മങ്ങിടും രോഗമല്ല, എല്ലാ രോഗങ്ങളും മങ്ങിപ്പോകും. അങ്ങനെ എണ്ണ തേച്ച് നല്ല വൃത്തിയും ശുദ്ധിയുമായിട്ട് നമ്മൾ കുളിച്ച് ആ അമാവാസി വ്രതത്തോട് കൂടിയിട്ട് ഈ കാർത്തിക മാസത്തിലെ അമാവാസി. കാർത്തിക മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. കാർത്തിക നക്ഷത്രത്തിൻ്റെ സ്വാധീനം കുറഞ്ഞ മാസമാണ് കാർത്തിക. അപ്പോൾ ആ കാർത്തിക മാസത്തിലെ കറുത്തവാവ് എന്ന് പറയുന്നത് മരണത്തിന് കാരണമായിരിക്കുന്ന കാലമാണ് തുലാമാസത്തിലെ കറുത്തവാവ്. ആ കറുത്തവാവിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല വ്രതശുദ്ധിയോട് കൂടിയിട്ട് ദീപാവലി വ്രതശുദ്ധിയോട് കൂടി തന്നെയാണ് ആഘോഷിക്കുന്നത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം മരണത്തിന് കാരണമായിരിക്കുന്ന ശരത്കാല ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന, നമുക്ക് ആരോഗ്യത്തെ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ അമാവാസിയെ നമ്മൾ ഭക്തി ആദരവോടുകൂടി തന്നെ ശാസ്ത്രീയമായിട്ട് അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എണ്ണ തേച്ച് മുങ്ങി കുളിക്കും. കൊച്ചു കുളിച്ചു തന്നു. അങ്ങനെ എണ്ണ തേച്ച് മുങ്ങി കുളിക്കും. അങ്ങനെയുള്ള ആ ദീപാവലിയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സന്ധ്യയ്ക്ക് ആ ഇരുളിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കും. രാവിനെ പകലാക്കി ആ അലങ്കാരത്തെ കൊണ്ടുപോകും. ആ ആഘോഷ രാവാണ് ദീപാവലി. 14 വർഷം രാമനെ വനവാസത്തിനയച്ച് രാമപാദുകം വെച്ച് രാമൻ്റെ തിരിച്ചുവരവിനായി കാത്തിരുന്ന പ്രജാലോകത്തിൻ്റെ മുന്നിലേക്ക് രാമൻ തിരിച്ചു വരുന്ന രാമൻ്റെ പട്ടാഭിഷേകത്തിൻ്റെ നാൾ കൂടിയാണ് ഈ ദീപാവലി. ദീപാവലിനെ കുറിച്ച് വേറൊരു കഥയും കേട്ടിട്ടുണ്ട്, നരകാസുരനെ കുറിച്ച്. അതെ, ഭഗവാൻ കൃഷ്ണൻ ഭാഗ്യോദിഷത്തിലെ രാജാവിനെ ഭഗവാൻ കൃഷ്ണൻ വധിച്ച് 16,100
യുവതികളെ രക്ഷിച്ച ഭഗവാൻ നേടിയ വിജയവും ഈ ദീപാവലിയുമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. നരകാസുരനെ സത്യഭാമാസമേതം ചെന്ന് വധിക്കുന്ന ആ സംഭവവും ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. അപ്പോൾ ശ്രീരാമന്റെ പട്ടാഭിഷേകവും നരകാസുരന്റെ വധവും ഡാക്കനജി നമ്മളെ വധിക്കാതിരിക്കാൻ ദീപം കൊണ്ടുള്ള അലങ്കാരവും അത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞ ദീപാവലി. അത് തന്നെയാണ് ദീപാവലി. അപ്പോൾ നമ്മളുടെ ശാസ്ത്രീയമായിട്ടുള്ള തികച്ചും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശാസ്ത്രീയ വിഷയങ്ങളെക്കുറിച്ചാണ് ലക്ഷ്മി സന്നിധിക്കൊപ്പം ഞാൻ സംസാരിച്ചത്. ഞാനും ലക്ഷ്മി സന്നിധി ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ വരുന്നത്. അതിനകത്ത് എനിക്ക് വളരെ സന്തോഷം അല്ലേ. സന്തോഷമുണ്ടോ? അപ്പോൾ എല്ലാവരോടും നമുക്ക് നമസ്തേ പറയാം, ദീപാവലി ആശംസകൾ പറയാം. ഹാപ്പി ദീപാവലി. നമസ്തേ. നമസ്തേ.